ഹായ് ഓൾ. അപ്പൊ നമ്മള് കുറച്ചു കാലം മുന്നേ നമ്മൾ എന്ത് ചെയ്യാം ഈ ഒരു ജോബ് പ്രൊഫൈലിൽ ഭയങ്കരമായിട്ടുള്ള ഒരു സ്വീകാര്യതയാണ് നിങ്ങൾ തന്നേക്കുന്നത് അല്ലെ. അതായത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, അതേപോലെ ട്രേഡ്സ്മാൻ തുടങ്ങിയ പോസ്റ്റിനൊക്കെ നമ്മൾ ജോബ് പ്രൊഫൈൽ ചെയ്തപ്പോൾ നിങ്ങളത് നല്ല രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ആ ഒരു റിലേറ്റഡ് ജോബ് പ്രൊഫൈൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ആണ് നമ്മളിപ്പോ ഈ ഒരു സീരീസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. കുറെ സീരീസ് കറന്റ് റൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോ എല്ലാവരും ഒരേ ടാർഗറ്റ് ആയിരിക്കില്ല അല്ലെ, മൾട്ടിപ്പിൾ ആയിട്ട് നോക്കുന്നവരുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഡിഫറെന്റ് എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫറെന്റ് സീരീസിന്റെ രീതിയിൽ തന്നെ നമ്മൾ പോകുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ലൈൻമാൻ PWD ഇലക്ട്രിക്കൽ വിങ്ങിലേക്കുള്ള ജോബ് പ്രൊഫൈലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. ഇപ്പോ PWD മാനുവൽ പ്രകാരം എന്തൊക്കെയാണ് ഒരു ലൈൻമാന്റെ ഡ്യൂട്ടീസ് എന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. പലർക്കും ഒരു ക്ലാരിറ്റി കുറവുള്ള ഒരു പോസ്റ്റാണ് ഈ ലൈൻമാൻ. ലൈൻമാൻ എന്ന് പറയുമ്പോൾ പണ്ടത്തെ പോലെ പോളിന്റെ മുകളിൽ കയറേണ്ടി വരും, അങ്ങനെയൊക്കെ പല തെറ്റിദ്ധാരണകളും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചേക്കുന്നത്. ഓക്കെ. ആരാണ് ഈ ലൈൻമാൻ? നമ്മൾ ഈ ആരാണി എന്നുള്ള ഒരു തമ്പനിയിലാണ് കുറച്ചധികം ഇടുക, അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ചെയ്തേക്കുന്നത്. ആരാണ് ഈ ലൈൻമാൻ, ജോബ് പ്രൊഫൈൽ എന്തൊക്കെയാണ് പ്രൊഫൈലിൽ എന്നുള്ള കാര്യം. അപ്പൊ നമ്മൾ ഈ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ഓക്കെ, അതായത് ഒരു ലൈൻമാന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് കടമകളിൽ പെടുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് രണ്ട് രീതിയിലായിരിക്കും. ഒന്ന് നമ്മൾ ഇതേപോലെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിയിൽ പറഞ്ഞു. രണ്ടാമത് ഒരു കുറച്ച് അധിക ചുമതലകൾ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്, അതും കൂടി എന്താ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ. അങ്ങനെ അധിക ചുമതല കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ചെക്കിംഗ് ദ ഇൻസ്റ്റാളേഷൻസ് ആൻഡ് അറേഞ്ചിങ് റെക്ടിഫിക്കേഷൻ ഓഫ് ഫോൾട്സ് ആൻഡ് പെറ്റി മെയിൻ്റെനൻസ് വർക്ക്സ് ഫൗണ്ട് നെസസറി. അതായത് നമ്മളിപ്പം എന്തെങ്കിലും ഇൻസ്റ്റാളേഷൻ നമ്മൾ നടത്തിയാൽ അതിൽ എന്തെങ്കിലും പരിശോധിച്ച് എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ചെറിയ എന്താ പറയുക റെക്ടിഫിക്കേഷൻസ് നമുക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നടത്തേണ്ടി വരും. ഓക്കെ. ചെറിയ ചെറിയ എന്താ പറയുക റെക്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ മെയിൻ്റെനൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്താ അവിടെ നടത്തേണ്ടി വരും. പിന്നെ അറ്റൻഡിങ് ടു സച്ച് വർക്ക്സ് ഓഫ് അർജന്റ് നേച്ചർ ഫോർ ഇമ്മീഡിയറ്റ് റീസ്റ്റോറേഷൻ ഓഫ് സപ്ലൈ. അതായത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് അവിടെ എന്ത് ചെയ്യാം, നമുക്കവിടെ സപ്ലൈ റീസ്റ്റോർ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിനുമായി റിലേറ്റ് ചെയ്ത വർക്ക്സുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. പിന്നെ എന്താ കളക്ടിങ് ഡീറ്റെയിൽസ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് എസ്റ്റിമേറ്റ്സ്. അതായത് നമുക്ക് കണക്ക് തയ്യാറാക്കേണ്ടി വരും. അതായത് ഇപ്പം എസ്റ്റിമേഷൻ നമ്മൾ എന്താ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്താ നമ്മൾ എസ്റ്റിമേഷൻ തയ്യാറാക്കുന്നതിന് ആവശ്യമായ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് നമ്മുടെ സുപ്പീരിയേഴ്സിന് കളക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. കീപ്പിംഗ് വാച്ച് ഓവർ പ്രോഗ്രസ് ആൻഡ് റിപ്പോർട്ടിംഗ് ടു ദി ജൂനിയർ എഞ്ചിനീയർ അബൌട്ട് ദ സീൻ. ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയാണ് റിപ്പോർട്ട് ചെയ്യുന്ന അവരെയാണ് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഡയറക്ടർ റിപ്പോർട്ടിംഗ് ഉള്ളവരെ ഉദ്ദേശിക്കുന്നത്. ചെക്കിംഗ് ദി ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ് ഓൺ അറൈവൽ അറ്റ് ദി സൈറ്റ് ആൻഡ് അറ്റ് ദ ടൈം ഓഫ് യൂസേജ് ആൻഡ് വർക്ക്സ് ടു സീ ദാറ്റ് ദേ കംപ്ലൈ വിത്ത് ദ സ്പെസിഫിക്കേഷൻസ്. അതായത് നമുക്കൊരു മെറ്റീരിയൽസ് നമ്മളിപ്പോൾ ഇറക്കും, അതായത് ഇപ്പം നമ്മളെ ഇലക്ട്രിക്കലിന്റെ കേസിൽ അപ്പൊ നമുക്ക് അവിടെ വയേഴ്സോ അങ്ങനെ പല രീതിയിലും പല മെറ്റീരിയൽസും ഉണ്ടാവും. അപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് ഉണ്ടാവല്ലോ, അത് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് തന്നെയാണോ, അതല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ സ്പെസിഫിക്കേഷൻസ് കറക്റ്റ് ആണോ, അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന അതേ സ്പെക്ക് തന്നെയാണോ അതിൽ വന്നേക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ഇത് ഒരു ലൈൻമാൻ എന്നുള്ള രീതിയിൽ നമ്മളെ ഡ്യൂട്ടീസിൽ പെടുന്നതാണ്. അതായത് ക്വാളിറ്റി ചെക്കിങ്, ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ. ഓക്കെ. അതായത് നമ്മളിപ്പം ഒരു വർക്ക് സൈറ്റ് ഉണ്ടാവും അല്ലെ, നമുക്കിപ്പം പറയുന്ന ഒരു വർക്ക് സൈറ്റിൽ കയറിയിട്ട് അവിടെ എന്ത് ഇറക്കുന്ന മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി നമ്മൾ നോക്കുക. അതിൽ പറഞ്ഞ സ്പെക്ക് പ്രകാരം പറഞ്ഞ അതേ മെറ്റീരിയൽസ് തന്നെയാണോ കിട്ടിയേക്കുന്നത്, അത് നമ്മുടെ വർക്കിന് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ള രീതിയിലുള്ളതാണ് വരുന്നുണ്ടാവുക. ചെക്കിംഗ് ദ വെദർ ദ വർക്ക്മാൻഷിപ്പ് ഇൻ ദ എക്സിക്യൂഷൻ ഓഫ് വർക്ക് ഈസ് ഗുഡ്. അതായത് ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു വർക്ക് സൈറ്റ് ഉണ്ടല്ലോ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അത് ആ ഒരു വർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലമാണോ എന്നുള്ള രീതിയിൽ. ചെക്കിംഗ് വെദർ ദ വർക്ക് ഈസ് എക്സിക്യൂട്ടഡ് ആസ് പെർ ദ അഗ്രിമെന്റ് കണ്ടീഷൻസ്. അതായത് നമ്മളിപ്പം പൊതുവെ പറയുകയാണെങ്കിൽ ഇപ്പം PWD കേസിലാണെന്നുണ്ടെങ്കിൽ എല്ലാം കോൺട്രാക്ട് കൊടുക്കുന്നൊക്കെ ആയിരിക്കും ഉണ്ടാവുക അല്ലെ. അപ്പൊ അങ്ങനെ അതുമായി റിലേറ്റ് ചെയ്ത അഗ്രിമെന്റ് കാര്യങ്ങൾ, അതുമായിട്ടുള്ള വർക്കൊക്കെ ആ ഒരു അഗ്രിമെന്റ് പ്രകാരം തന്നെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ. അതേപോലെ നമ്മളിപ്പോ പറഞ്ഞ പോലെ നമ്മളിപ്പോ പറഞ്ഞില്ല A to F, അതായത് പോയിന്റ് A തൊട്ട് പോയിന്റ് F വരെയുള്ളതിൽ എന്തെങ്കിലും വയലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്താ നമ്മുടെ നേരെ മേലധികാരികൾക്ക് അത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. മെയിൻറ്റെയിൻ ദി വർക്ക് സ്പോട്ട് ഓർഡർ ബുക്ക് ആസ് പെർ ദ റൂൾസ്. കൃത്യമായിട്ട് ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ആ ഒരു വർക്ക് ബുക്കിൽ എൻ്റർ ചെയ്യാന്നുള്ളതാണ്. കീപ്പിംഗ് എൻ അക്കൗണ്ട് ഓഫ് ദി ഡെയിലി യൂസേജ് ഓഫ് ഡിപ്പാർട്ട്മെന്റൽ മെറ്റീരിയൽസ് ഓൺ ദി വർക്ക്. നമ്മളൊരു വർക്ക് സൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു
ആ ഒരു ഇതിൽ നമ്മൾ എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റൽ മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അതിന് കൃത്യമായിട്ടുള്ള കണക്ക് എന്ത് ചെയ്യാം ഒരു ലൈൻമാൻ എന്നുള്ള നിലക്ക് വേണം. Taking charge of unserviceable or dismantled materials obtained during the execution of work and arranging for their disposal as ordered by the higher officers. നമുക്കിപ്പോ ഒരു വർക്ക് സൈറ്റിൽ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റാത്ത മെറ്റീരിയൽസ് ഉണ്ടാവാം അല്ലെ, അല്ലെങ്കിൽ നമ്മളത് വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് തന്നെ അത് എന്തെങ്കിലും ഡാമേജ് വരുമോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് എന്താ നമ്മുടെ മേലധികാരികളുടെ ഏഹ്, നമ്മളെ നിർദ്ദേശം അനുസരിച്ചിട്ട് എന്താ നമ്മളത് കറസ്പോണ്ട് ഡിസ്പോസൽ ആണോ ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ ആസ് എ ഡ്യൂട്ടി ലൈൻമാൻ എന്നുള്ളത് ലൈൻമാൻ ആണ് ചെയ്യേണ്ടി വരിക. കീപ് എ അക്കൗണ്ട് ഓഫ് ടൂൾസ് ആൻഡ് പ്ലാന്റ് ഇഫ് എനി ഇഷ്യൂ ടു ദി കോൺട്രാക്ടേഴ്സ്. നമ്മൾ കോൺട്രാക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, അപ്പൊ കോൺട്രാക്ടേഴ്സ് നമ്മൾ എന്തെങ്കിലും ടൂൾസോ മറ്റെന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ കണക്ക് നമ്മളാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഫെയർ കോപ്പിംഗ് എസ്റ്റിമേറ്റ്സ് ആൻഡ് കീപ്പിംഗ് ഇൻവെന്ററി രജിസ്റ്റർ ഓഫ് ദി ഇൻസ്റ്റാളേഷൻസ് അണ്ടർ ഹിസ് ജൂറിസ്ഡിക്ഷൻ. അതായത് ഇപ്പം എന്തെങ്കിലും നമ്മൾ മെയിൻ ആയിട്ട് തന്നെ അതായത് എസ്റ്റിമേറ്റ് തയ്യാറാക്കുക അങ്ങനെ എന്തെങ്കിലും നമ്മൾ കൃത്യമായിട്ട് ആ ഒരു ഡാറ്റാസ് ഒക്കെ നമ്മളെ കയ്യിൽ സൂക്ഷിച്ചു വെക്കുക. മെയിൻറ്റൈനിങ് എ ഡയറി ഓഫ് വർക്ക്സ് അറ്റൻഡഡ്, അതായത് നമ്മൾ ഓരോ ദിവസം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ അത് കൃത്യമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു വർക്ക് ബുക്ക് എന്നൊക്കെ നമ്മൾ പറയില്ല, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. Carrying out the instructions received from higher officers from the time to time regarding proper execution of the work and any other duties that may be specifically assigned to him by his superior officers. അതായത് നമ്മളിപ്പോ ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ശരിയായ രീതിയിൽ എന്താ നടത്തിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിൽ പറയില്ലേ, അതാണ് ഉദ്ദേശിച്ചത്. അതായത് നമ്മളെ മേലുദ്യോഗസ്ഥന്മാരെന്ന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് കൃത്യമായിട്ട് ആ ഒരു വർക്ക് എന്താ നടത്തിക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മളിപ്പം ഈ ഒരു ഓ എന്ന് പറഞ്ഞ് ഇത്രയും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെയാണ് സാധാരണ കേസിൽ എന്താ ഒരു ലൈൻമാന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് വരുന്നുണ്ടാവും. ഇപ്പൊ ലൈൻമാൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് നമുക്ക് ഓവർസിയർ ഗ്രേഡ് 3 എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് തന്നെയാണ് അവിടെ മെയിൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, ചിലപ്പോ ആ ഒരു നെയിം ഒക്കെ മുന്നേ ചേഞ്ച് ആക്കിയിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ അത് ബേസിക് ഒന്നും കൊടുത്തില്ല, അത് ഗസറ്റിൽ വന്ന് അങ്ങനെ എന്തോ ഉണ്ട്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഓവർസീർ ഗ്രേഡ് 3 എന്ന രീതിയിൽ ചിലപ്പോൾ അവിടെ എന്താ റീനെയിം ചെയ്തേക്കാം. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നുണ്ടാവുക. ഓക്കെ, പിന്നെന്താന്ന് വെച്ചാൽ ചിലപ്പോഴും എന്താ നമ്മുടെ ആ, ചില എക്സ്ട്രാ ഡ്യൂട്ടീസ് തരാം. അപ്പൊ എക്സ്ട്രാ ഡ്യൂട്ടീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം നമ്മളെ PWD വകുപ്പിന്റെ എന്തെങ്കിലും നമ്മളെ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അതൊക്കെ എന്താ താൽക്കാലികമായിട്ട് നമ്മൾ അത് ഏറ്റുവാങ്ങേണ്ടി വരും, അല്ലെങ്കിൽ അത് സൂക്ഷിക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് കണക്കെടുക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ചിലപ്പോൾ ജോലി വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. അതേപോലെ നമ്മൾ ടൂൾസ് കാര്യങ്ങളൊക്കെ എന്താ സൂക്ഷിക്കേണ്ടി വരും. അതേപോലെ നമ്മളിപ്പം നമ്മളെ അണ്ടറിൽ കോൺട്രാക്ടേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവരുടെ കാര്യങ്ങൾ അതായത് എത്ര തൊഴിലാളികൾ ഉണ്ടായിരുന്നേ, എത്ര വർക്കേഴ്സ് ഉണ്ടായിരുന്നേ, അതൊക്കെ നമ്മൾ കൃത്യമായി ഡാറ്റാസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതേപോലെ ഇപ്പൊ ഒരു ജോലിക്കടയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തേർഡ് പാർട്ടി ഉണ്ടാവും അല്ലെ, അപ്പൊ അവർക്കൊന്നും സംഭവിക്കാതെ അല്ലെങ്കിൽ അവരുടെ നമ്മളിപ്പോ വർക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ചെയ്യുക, അതായത് അവർക്കൊന്നും വേറെ ഒന്നും ഇഷ്യൂസ് ഒന്നും വരാത്ത രീതിയിലൊക്കെ നമ്മൾ സെറ്റ് ആക്കുക. അതേപോലെ ഓരോ ദിവസവും എത്ര ആൾക്കാരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ച് അതേപോലെ എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ച് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതാക്കുക. ഓക്കെ, അതേപോലെ ഡെയിലി വേജ് കൊടുക്കേണ്ടതാണെങ്കിൽ ഡെയിലി വേജ് കൊടുക്കുന്നതിന് നമ്മൾ മേലുദ്യോഗസ്ഥന്മാരെ സഹായിക്കുക. അങ്ങനെയുള്ള ചില ഡ്യൂട്ടീസും കൂടി എക്സ്ട്രാ വരുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓവർസ്ട്രാ ഗ്രേഡ് 3 അല്ലെങ്കിൽ നമ്മൾ ലൈൻമാൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് PWD ഇലക്ട്രിക്കൽ വിങ്ങിന്റെ ലൈൻമാൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വരുന്ന ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഇതാണ് മെയിൻ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഒരു സീരീസ് വരുന്നുണ്ടാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു രീതിയിൽ പറയാനുള്ളൂ. ഓക്കെ, കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.